അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ വിഷയമല്ല. ഇത് മനുഷ്യബോധത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ഒരു ഭൂപടത്തെക്കുറിച്ചാണ്. കണ്ണുകൾക്ക് കാണാനാവാത്ത എന്നാൽ ആത്മാവ് തൊട്ടറിയുന്ന ചില നിഗൂഢ സത്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചില ദുആഉകൾ ആകാശം കീറിയുയരുന്നതും ചിലത് വെറും വാക്കുകളായി ചുണ്ടുകളിൽ തന്നെ നിശ്ചലമാകുന്നതും? എന്തുകൊണ്ടാണ് ഒരേ ഖുർആൻ ആയത്ത് ഒരാളുടെ ഹൃദയത്തെ വിറപ്പിക്കുമ്പോൾ മറ്റൊരാൾക്കത് വെറും ശബ്ദമായി മാത്രം തോന്നുന്നതും? എന്തുകൊണ്ടാണ് സ്വപ്നങ്ങളിൽ നാം ഇതുവരെ കാണാത്ത ലോകങ്ങളിലേക്ക് ചെന്നെത്തുന്നത്? ചില ഇടങ്ങളിൽ പ്രവേശിക്കുമ്പോൾ വിവരണാതീതമായ ഒരാത്മീയ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മഹാനായ റൂമി ഒരിക്കൽ പറഞ്ഞു, മനുഷ്യൻ താൻ കാണുന്നതാണ് മുഴുവൻ യാഥാർത്ഥ്യമെന്ന് കരുതുന്നു, എന്നാൽ അവനൊരു തിരശീലയുടെ പിന്നിലാണ് നിൽക്കുന്നത്. ഇന്ന് നാം ആ തിരശീലയ്ക്കപ്പുറത്തേക്കൊന്ന് നോക്കാൻ പോകുകയാണ്. ഭൗതികമായ ഈ മണ്ണിൽ നിന്ന് ആത്മീയ മണ്ഡലങ്ങളിലേക്കുള്ള ഒരു യാത്ര. നാസൂത്തിൽ നിന്ന് മലക്കൂത്തിലേക്ക്, മലക്കൂത്തിൽ നിന്ന് ജബറൂത്തിലേക്ക്, അവിടെ നിന്ന് ലാഹൂത്തിലേക്കും ഒടുവിൽ വാക്കുകൾ പോലും അലിഞ്ഞുപോകുന്ന ഹാഹൂത്തിൻ്റെ ആ മഹാസമുദ്രത്തിലേക്കും. ഇതൊരു കേവല പ്രഭാഷണമല്ല, ഇതൊരാത്മീയ യാത്രയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ വെറും മാംസവും രക്തവുമുള്ള ഒരു ശരീരമല്ലെന്ന്. നിങ്ങൾ ഈ മണ്ണിൽ നടക്കുമ്പോഴും നിങ്ങളുടെ ആത്മാവ് ആകാശങ്ങളുമായി ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റൂമി പഠിപ്പിച്ചതുപോലെ മനുഷ്യനൊരു ചെറിയ സൃഷ്ടിയല്ല, മറിച്ച് അവൻ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പ്രതിഫലനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയവാതിലുകൾ തുറക്കുക, ആത്മാവിനെ നിശബ്ദമാക്കുക. കാരണം ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് വെറും വിവരങ്ങളല്ല, ഒരുപക്ഷേ നിങ്ങളുടെ ആത്മാവ് കാലങ്ങളായി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ആ വലിയ സത്യമായിരിക്കുമത്. ഇന്ന് ഞാൻ 5 ദിവ്യ സാന്നിധ്യങ്ങളുടെ സമ്പൂർണ്ണ ഭൂപടം വെളിപ്പെടുത്തും. ലളിതമാക്കിയതല്ല, ഫിൽട്ടർ ചെയ്തതല്ല, മറിച്ച് സൂഫികൾ പതിറ്റാണ്ടുകളായി മാപ്പ് ചെയ്ത പൂർണ്ണമായ മെറ്റാഫിസിക്കൽ ആർക്കിടെക്ചർ. അവസാനമാകുമ്പോഴേക്കും നിങ്ങൾ നിലവിൽ ഏത് സാന്നിധ്യത്തിലാണ് വസിക്കുന്നതെന്നും നിങ്ങൾ ഇതുവരെ ആക്സസ് ചെയ്തിട്ടില്ലാത്ത സാന്നിധ്യങ്ങളിൽ എന്താണ് നിലനിൽക്കുന്നതെന്നും ബോധപൂർവം അവയ്ക്കിടയിൽ നീങ്ങാൻ തുടങ്ങാൻ എങ്ങനെ കഴിയുമെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. സൂഫികൾ ഈ 5 എന്ന സംഖ്യയെ വെറുതെ അങ്ങ് തിരഞ്ഞെടുത്തതല്ല. ആത്മീയമായ ഉൾക്കാഴ്ചയിലൂടെയും ഖുർആനിക രഹസ്യങ്ങളുടെ ആഴത്തിലുള്ള വിശകലനത്തിലൂടെയും സത്യം 5 വ്യത്യസ്ത തലങ്ങളിൽ പ്രകടമാവുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രകാശം പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ പല നിറങ്ങളായി മാറുന്നതുപോലെ ഒരേയൊരു ദിവ്യ യാഥാർത്ഥ്യം സ്വയം വെളിപ്പെടുത്തുന്ന 5 വഴികളാണിവ. സൂഫികളുടെ ചിന്തയുടെ അടിസ്ഥാനം അല്ലാഹുവിൻ്റെ അഹദീയത്ത് അഥവാ കേവലമായ ഏകത്വമാണ്. അവൻ അനന്തനാണ്, മാറ്റമില്ലാത്തവനാണ്, ഏകനാണ്. എന്നാൽ ആ ശുദ്ധമായ ഏകത്വത്തിൽ തന്നെ അവൻ നിലകൊള്ളുകയാണെങ്കിൽ നാം കാണുന്ന ഈ പ്രപഞ്ചമോ ചരാചരങ്ങളോ ഉണ്ടാവില്ല. സൃഷ്ടി സംഭവിക്കണമെങ്കിൽ ആ ഒന്ന് പലതായി പ്രത്യക്ഷപ്പെടണം. സ്നേഹിക്കാൻ ഒരാളും സ്നേഹിക്കപ്പെടാൻ മറ്റൊരാളും ഉണ്ടാവണം. അറിയുന്നവനും അറിയപ്പെടുന്നതും തമ്മിൽ ഒരു വേർതിരിവുണ്ടാവണം. ആ കേവലമായ ഏകത്വം അതിൻ്റെ പരിശുദ്ധിയൊട്ടും നഷ്ടപ്പെടാതെ തന്നെ പലവിധ രൂപങ്ങളിൽ പ്രകടമാകുന്ന ഘട്ടങ്ങളെയാണ് സൂഫികൾ 5 ദിവ്യ സാന്നിധ്യങ്ങളെന്ന് വിളിച്ചത്. നമുക്ക് ചുറ്റുമുള്ള വെള്ളത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഐസ്, വെള്ളം, നീരാവി, ഇവ മൂന്നും അടിസ്ഥാനപരമായി ഒരേ പദാർത്ഥമാണ്. പക്ഷേ അവയുടെ സ്വഭാവം നോക്കൂ. നിങ്ങൾക്ക് ഐസിലൂടെ നീന്താനോ നീരാവിയിലൂടെ നടക്കാനോ കഴിയില്ല. ഓരോ രൂപത്തിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട്, അതിൻ്റേതായ പോസിബിലിറ്റികളുമുണ്ട്. എന്നിട്ടും അതിൻ്റെ ആന്തരികമായ യാഥാർത്ഥ്യം ഒന്നു തന്നെയാണ്. സൂഫികൾ പഠിപ്പിക്കുന്നത് യാഥാർത്ഥ്യം ഇതുപോലെയാണ്. 5 സാന്നിധ്യങ്ങൾ എന്നത് ഒരേ സത്യം 5 വ്യത്യസ്ത അവസ്ഥകളിൽ വെളിപ്പെടുന്നതാണ്. ഏറ്റവും സൂക്ഷ്മമായ ആത്മീയ പ്രകാശത്തിൽ തുടങ്ങി ഏറ്റവും സാന്ദ്രമായ ഭൗതിക ലോകം വരെ നീണ്ടുന്നു. ദിവ്യപ്രകാശത്തോട് ഏറ്റവും അടുത്തതിൽ നിന്ന് അതിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലേക്കുള്ള ഒരിറക്കം. എന്നാൽ ഈ ഇറക്കം എന്നാൽ അത് മോശമാണെന്നല്ല അർത്ഥം. ഒരു കെട്ടിടത്തിന് അതിൻ്റെ അടിത്തറ എങ്ങനെയോ അതുപോലെ ഓരോ സാന്നിധ്യവും അനിവാര്യമാണ്. ഓരോന്നിനും പ്രപഞ്ചത്തിൽ വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. ഈ 5 തലങ്ങളെയും ഒരേ സമയം തൊട്ടറിയുന്നവനെയാണ് സൂഫികൾ ഇൻസാനുൽ കാമിൽ എന്നോ പരിപൂർണ മനുഷ്യനെന്നോ വിളിക്കുന്നത്. ഒന്നാമത്തെ സാന്നിധ്യം ഹാഹൂത്ത്. ഹുവ എന്ന ദിവ്യരഹസ്യത്തിൽ നിന്നുദിച്ചുയരുന്ന ഒന്നാമത്തെ സാന്നിധ്യം ഹാഹൂത്താണ്. പ്രപഞ്ചം പിറക്കുന്നതിനു മുൻപ് വിശേഷണങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും അപ്പുറം അല്ലാഹു എന്ന കേവല യാഥാർത്ഥ്യം മാത്രം നിലനിന്നിരുന്ന ആ ശുദ്ധ സത്തയാണ് ഹാഹൂത്ത്.
മറ്റൊന്നുമില്ലാത്ത, മറ്റാരും അറിയാത്ത ആ ഉന്നതിയെയാണ് ഹാഹൂത്ത് എന്ന് വിളിക്കുന്നത്. ഈ മണ്ഡലത്തിൽ രൂപങ്ങളില്ല, ജീവനില്ല, സൃഷ്ടികളില്ല. അവിടെ നാമങ്ങളോ ഗുണങ്ങളോ പോലുമില്ല. അള്ളാഹുവിൻ്റെ ശുദ്ധമായ അസ്തിത്വം മാത്രം. ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നതിനു മുമ്പും അവശേഷിക്കുന്ന ആദിമ യാഥാർത്ഥ്യം. ഈ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അറിവ് പ്രപഞ്ചത്തോടുള്ള നിങ്ങളുടെ മുഴുവൻ കാഴ്ചപ്പാടിനെയും മാറ്റിമറിക്കും. നിങ്ങൾ കാണുന്ന ഓരോ രൂപത്തിനും ഓരോ അനുഭവത്തിനും പിന്നിൽ സൃഷ്ടികളിലെ മാറ്റങ്ങൾ ബാധിക്കാത്ത, ഒന്നിനാലും തൊടപ്പെടാത്ത ശാശ്വതമായ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് ഹാഹൂത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്വയം ഇല്ലാതാകുന്ന ഫന എന്ന ആത്മീയ അവസ്ഥയുടെ ആഴങ്ങളിൽ മാത്രമാണ് ഒരാൾക്ക് ഹാഹൂത്തിൻ്റെ തീരത്തെത്താൻ കഴിയുക. എന്നാൽ അപ്പോഴും നിങ്ങൾ ഹാഹൂത്തിൽ പ്രവേശിക്കുന്നില്ല, മറിച്ച് ശുദ്ധമായ അസ്തിത്വമൊഴികെ മറ്റെല്ലാത്തിനെക്കുറിച്ചുമുള്ള അവബോധം നിങ്ങളിൽ നിന്നും മാഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇത് അനന്തമായ ഒരു മഹാസമുദ്രത്തിൻ്റെ തീരത്ത് നിൽക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ആ വിശാലത അനുഭവിക്കാം, പക്ഷേ ആ സമുദ്രത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ കഴിയില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ വിവരണങ്ങളും ആത്യന്തികമായി അപൂർണമാണെന്ന് സൂഫികൾ പറയാൻ കാരണവും ഈ സാന്നിധ്യമാണ്. അള്ളാഹു കാരുണ്യവാനാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിവരിക്കുന്നത് അവൻ്റെ ഒരു വിശേഷണത്തെയാണ്. അത് രണ്ടാമത്തെ സാന്നിധ്യത്തിലാണ് വരുന്നത്, ഒന്നാമത്തേതിലല്ല. ഹാഹൂത്തിൻ്റെ ആഴം എല്ലാ വിവരണങ്ങൾക്കും അപ്പുറമാണ്. അവന് തുല്യമായി യാതൊന്നുമില്ല എന്ന വിശുദ്ധ വചനത്തിൻ്റെ പൊരുളും ഇതുതന്നെ. അവൻ സമാനതകളില്ലാത്തവൻ എന്ന് മാത്രമല്ല, താരതമ്യങ്ങൾ പോലും സാധ്യമല്ലാത്തത്രയും ഉയരത്തിലാണ് അവൻ്റെ സത്ത. രണ്ടാമത്തെ സാന്നിധ്യം ലാഹൂത്താണ്, ദിവ്യനാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും മഹാമണ്ഡലം. ഹാഹൂത്തിൻ്റെ ആ നിഗൂഢ സത്ത പ്രപഞ്ചത്തിന് തിരിച്ചറിയാൻ പാകത്തിൽ ഗുണങ്ങളായി വെളിപ്പെടാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. അർ റഹ്മാൻ എന്ന കാരുണ്യമായും, അൽ കഹാർ എന്ന പ്രതാപമായും, അൽ അലീം എന്ന സർവജ്ഞാനമായും ആ അനന്തമായ നാമങ്ങൾ ഇവിടെ തിളങ്ങി നിൽക്കുന്നു. സൂഫികൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം, ഈ ദിവ്യനാമങ്ങൾ അള്ളാഹുവിനെ വിവരിക്കാൻ കണ്ടെത്തിയ വെറും വാക്കുകളല്ല, മറിച്ച് അവ ഈ സാന്നിധ്യത്തിൽ സ്പന്ദിക്കുന്ന യഥാർത്ഥ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു വജ്രത്തിൻ്റെ വിവിധ വശങ്ങളിൽ നിന്ന് പ്രകാശം പ്രതിഫലിക്കുന്നത് പോലെ ആ കേവല സത്യം ഓരോരോ ഗുണങ്ങളായി സ്വയം വെളിപ്പെടുത്തുന്ന രൂപങ്ങളാണ് ഓരോ നാമവും. ലാഹൂത്തിൽ ഈ ഗുണങ്ങൾ അതിൻ്റെ ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിൽ നിലനിൽക്കുന്നു. അവ ഇതുവരെയും സൃഷ്ടികളുമായോ ഭൗതിക ലോകവുമായോ കലർന്നിട്ടില്ല. ലാഹൂത്തിനെ നമുക്ക് ആദി രൂപങ്ങളുടെ ലോകമായി സങ്കല്പിക്കാം. ഈ ലോകത്ത് കാരുണ്യം പ്രകടമാകുന്നതിനും എത്രയോ മുമ്പ് കാരുണ്യമെന്നത് അതിൻ്റെ പൂർണ്ണതയിൽ ഒരാത്മീയ തത്വമായി ഇവിടെ നിലനിൽക്കുന്നു. ഒരു മനുഷ്യൻ മറ്റൊരാളോട് കാരുണ്യം കാണിക്കുന്നതിന് മുമ്പ് തന്നെ അർ റഹ്മാൻ എന്ന നാമം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ലാഹൂത്തിലുണ്ട്. നാം താഴെയുള്ള ലോകങ്ങളിൽ കാണുന്ന ഓരോ കാരുണ്യ പ്രവൃത്തിയും ലാഹൂത്തിലെ ആ മഹാകാരുണ്യത്തിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം മാത്രമാണ്. സാധാരണ സൃഷ്ടികളാരും വസിക്കാത്ത ഇടമാണിത്. ഇത് ഉന്നതരായ മലക്കുകളുടെ ലോകമാണ്, ദിവ്യ സാന്നിധ്യത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർ. അവർ ഒരിക്കലും താഴ്ന്ന ലോകങ്ങളിലേക്ക് ഇറങ്ങി വരാറില്ല. ഇവർ നമ്മൾ സാധാരണ കേൾക്കുന്ന മലക്കുകളെ പോലെയല്ല, മറിച്ച് ദിവ്യ ഗുണങ്ങളുടെ ബോധരൂപങ്ങളാണ്. ഓരോ മലക്കും ദിവ്യ സത്യത്തിൻ്റെ ഓരോരോ വശങ്ങളുടെ ശുദ്ധമായ പ്രകാശനമാണ്. ആത്മീയ യാത്രയുടെ ഉത്തുംഗ ശൃംഖങ്ങളിലെത്തുമ്പോൾ മാത്രമാണ് മനുഷ്യാത്മാക്കൾക്ക് ലാഹൂത്തിനെ ഒന്ന് സ്പർശിക്കാൻ കഴിയുക. ആഴത്തിലുള്ള മുറാഖബയിലൂടെ ബോധം ഈ തലത്തിൽ ഉയർന്ന നിമിഷങ്ങളെക്കുറിച്ച് സൂഫികൾ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ രൂപങ്ങൾ കാണുന്നില്ല, കാരണം രൂപങ്ങൾ താഴ്ന്ന ലോകങ്ങളുടേതാണ്. മറിച്ച് നിങ്ങൾ ആ ശുദ്ധ ഗുണങ്ങളെ നേരിട്ട് അനുഭവിക്കുന്നു. നിങ്ങൾ കാരുണ്യം കാണുകയല്ല, ആ നിമിഷം നിങ്ങൾ കാരുണ്യമായി മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശക്തിയെ സാക്ഷ്യം വഹിക്കുകയല്ല, ആ ശക്തിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത്. മനുഷ്യബോധത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വാക്കുകളിലേക്കും ചിത്രങ്ങളിലേക്കും മാറുന്നതിനു മുമ്പ് പ്രവാചകന്മാർക്ക് ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ വെളിപാടുകൾ ലഭിച്ചിരുന്നത് ഈ മഹാസാന്നിധ്യത്തിൽ വച്ചായിരുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ മൂന്നാമത്തെ തലം ജബറൂത്താണ്. സൂഫികളുടെ ദർശനങ്ങളിൽ ഏറ്റവും വിസ്മയകരമായ ഭാഗമാണിത്. ഇതിനെ ആലമുൽ വിസാൽ അഥവാ വിഭാവന മണ്ഡലം എന്ന് വിളിക്കുന്നു. ശുദ്ധമായ ആത്മാവിനും ഖരരൂപത്തിലുള്ള ഭൗതിക ലോകത്തിനും ഇടയിലുള്ള ഒരു പാലമാണിത്. ആത്മീയ സത്യങ്ങൾ രൂപം കൈക്കൊള്ളുകയും ഭൗതിക വസ്തുക്കൾ അവയുടെ ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരിടം. ജബറൂത്തിൽ അർത്ഥങ്ങൾ രൂപങ്ങളായി മാറുന്നു, ചിന്തകൾക്ക് അവിടെ ശരീരമുണ്ടാകുന്നു. ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ദർശനങ്ങളായും ചിഹ്നങ്ങളായും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. ഇത് നമ്മുടെ വെറും സങ്കല്പമല്ല, നമ്മുടെ മനസ്സിനെ ആശ്രയിക്കാതെ തന്നെ പുറത്തു നിലനിൽക്കുന്ന തികച്ചും യാഥാർത്ഥ്യമായ ഒരു ലോകമാണിത്.
ഭൗതിക ലോകത്തിന് അതിൻ്റേതായ നിയമങ്ങളുള്ളതുപോലെ ജബറൂത്തിനും കൃത്യമായ നിയമങ്ങളുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ സംഭവിക്കുന്നത് ഈ ജബറൂത്തിലാണ്. ഉറക്കത്തിൽ നിങ്ങളുടെ ബോധം ഈ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് അത്രമേൽ യാഥാർത്ഥ്യമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അവിടെ ചിന്തകൾക്ക് ഭൗതിക വസ്തുക്കളെ പോലെ തന്നെ നിലനിൽപ്പുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളിലെ ചിഹ്നങ്ങൾ വെറും മാനസിക വ്യാപാരങ്ങളല്ല, അവ ജബറൂത്തിലെ യാഥാർത്ഥ്യ അസ്തിത്വങ്ങളാണ്. പ്രവാചകന്മാർക്കും പുണ്യപുരുഷന്മാർക്കും മലക്കുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ മണ്ഡലത്തിൽ വെച്ചാണ്. മലക്കുകൾക്ക് ഭൗതിക ശരീരമില്ല, എന്നാൽ അവർ പൂർണ്ണമായും ആത്മീയരുമല്ല. മനുഷ്യരുമായി സംവദിക്കുമ്പോൾ അവർ ജബറൂത്തിൽ വെച്ച് മനുഷ്യരൂപം സ്വീകരിക്കുന്നു. ജിബിരിൽ മലക്ക് മറിയം ബീവിക്ക് മുന്നിൽ സുന്ദരനായ ഒരു മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെയാണ്. ആ രൂപം ആത്മാവ് ദൃശ്യമാകുന്ന ഇടനില മണ്ഡലമായ ജബറൂത്തിലെ അവൻ്റെ വെളിപ്പെടുത്തലായിരുന്നു. മലക്കുകളെപ്പോലെ പൂർണ്ണമായും ആത്മീയരല്ലാത്ത, മനുഷ്യരെപ്പോലെ പൂർണ്ണമായും ഭൗതികരുമല്ലാത്ത ജിന്നുകൾ വസിക്കുന്നതും ഈ വിഭാവന മണ്ഡലത്തിലാണ്. ഈ ലോകത്തെ ഭൗതികശാസ്ത്രം തികച്ചും വ്യത്യസ്തമാണെന്ന് സൂഫികൾ പറയുന്നു. ഇവിടെ സമയം ഒരു ദ്രാവകം പോലെയാണ്. വർഷങ്ങൾ നിമിഷങ്ങൾക്കുള്ളിലോ നിമിഷങ്ങൾ ഒരു നിത്യതയായോ അവിടെ അനുഭവപ്പെടാം. സ്ഥലവും ദൂരവും നമ്മുടെ ബോധത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഭൗതിക ലോകത്ത് നിങ്ങൾ തീയെക്കുറിച്ച് ചിന്തിച്ചാൽ ഒന്നും സംഭവിക്കില്ല. എന്നാൽ ജബറൂത്തിൽ നിങ്ങൾ തീയെക്കുറിച്ച് ചിന്തിച്ചാൽ അവിടെ തീ പ്രത്യക്ഷപ്പെടും. കാരണം അവിടെ ചിന്തയും രൂപവും രണ്ടല്ല, ഒന്നാണ്. മഹാത്മാക്കൾക്ക് അത്ഭുതങ്ങൾ എന്ന് നാം കരുതുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ്. അവർ ഭൗതിക ലോകത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുകയല്ല, പകരം വ്യത്യസ്തമായ നിയമങ്ങളുള്ള ജബറൂത്തിനെ ആക്സസ് ചെയ്യുകയും ആ മണ്ഡലത്തിലെ ഫലങ്ങളെ ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ ജബറൂത്തിനെ ബോധപൂർവം തൊട്ടറിയാൻ പഠിക്കുക എന്നതാണ് ആത്മീയ പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്ന്. യാഥാർത്ഥ്യത്തിൻ്റെ നാലാമത്തെ തലം മലക്കൂത്താണ്. രാജ്യം അല്ലെങ്കിൽ പരമാധികാരം എന്നാണ് ഈ വാക്കിനർത്ഥം. നാം കാണുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തിന് പിന്നിലെ ഊർജ്ജരൂപമായ ബ്ലൂ പ്രിൻ്റാണ് ഈ മണ്ഡലം. ഈ ലോകത്ത് നാം കാണുന്ന ഓരോ വസ്തുവിനും മലക്കൂത്തിൽ അതിൻ്റെ മനോഹരമായ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഭൗതിക രൂപത്തെ താങ്ങി നിർത്തുന്ന ആത്മീയമായ ഒരു ചട്ടക്കൂടാണിത്. ഭൗതിക ലോകത്തിൻ്റെ ആത്മാവെന്നാണ് സൂഫികൾ മലക്കൂത്തിനെ വിശേഷിപ്പിച്ചത്. നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കാൻ ഒരാത്മാവുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ജീവനും താളവും നൽകുന്ന ഒരു സൂക്ഷ്മ മണ്ഡലമാണിത്. നാം കാണുന്ന പ്രകൃതി നിയമങ്ങൾ, അത് ഗുരുത്വാകർഷണമോ കാന്തിക ശക്തിയോ ആകട്ടെ, അവ വെറും യാന്ത്രികമായ നിയമങ്ങളല്ല, മറിച്ച് മലക്കൂത്തിൽ നിലനിൽക്കുന്ന ജീവനുള്ള ദിവ്യ തത്വങ്ങളാണ്. മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരവും വസിക്കുന്നത് ഈ സാന്നിധ്യത്തിലാണ്. ആത്മജ്ഞാനികൾ ഇതിനെ ഊർജ്ജ ശരീരമെന്നും പ്രകാശത്തിൻ്റെ ശരീരമെന്നും വിളിക്കുന്നു. ഒരാൾക്ക് ശരീരത്തിന് പുറത്തുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അയാളുടെ ഭൗതിക ശരീരം ഇവിടെ വിശ്രമിക്കുമ്പോഴും ബോധം സഞ്ചരിക്കുന്നത് ഈ മലക്കൂത്ത് ശരീരത്തിലൂടെയാണ്. ദിവ്യകൽപ്പനകളെ ഭൗതിക പ്രകടനങ്ങളായി മാറ്റുന്ന മലക്കുകൾ പ്രവർത്തിക്കുന്നത് മലക്കൂത്തിലാണ്. പ്രകൃതിയിലെ മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കുകൾ, മഴ പെയ്യിക്കുന്നവർ, ജീവനെടുക്കുന്നവർ, നമ്മുടെ പ്രവൃത്തികൾ രേഖപ്പെടുത്തുന്നവർ ഈ മണ്ഡലത്തിൽ വസിക്കുന്നു. അവർ ഒന്നും ഭൗതികമായ ശരീരമുള്ളവരല്ല, എന്നാൽ രൂപമില്ലാത്ത ശുദ്ധാത്മാക്കളുമല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കുന്ന ആത്മീയമായ അനുഭൂതികളും ചില പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്ന പ്രഭാവലയങ്ങളും ഏയോറ യഥാർത്ഥത്തിൽ മലക്കൂത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നതും മലക്കൂത്തിലൂടെയാണെന്ന് സൂഫികൾ പഠിപ്പിക്കുന്നു. നിങ്ങളൊരു ദുആ ചെയ്യുമ്പോൾ ആ വാക്കുകൾ ഭൗതിക ലോകത്ത് മുഴങ്ങുന്നു, എന്നാൽ ആ പ്രാർത്ഥനയുടെ ജീവനും ഉദ്ദേശ്യവും മലക്കൂത്തിലൂടെയാണ് ഉയർന്നു പോകുന്നത്. അതുകൊണ്ടാണ് വാക്ചാതുര്യത്തെക്കാൾ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥത പ്രാർത്ഥനയിൽ പ്രധാനമാകുന്നത്. നിങ്ങളുടെ വാക്കുകൾ ചിലപ്പോൾ വിഗതമായേക്കാം, പക്ഷേ ആ പ്രാർത്ഥനയുടെ ആത്മീയ രൂപം ശുദ്ധമാണെങ്കിൽ അത് ആകാശങ്ങൾ ഭേദിച്ച് ഉയർന്ന സാന്നിധ്യങ്ങളിലെത്തും. നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണവും സംഭവിക്കുന്നത് മലക്കൂത്തിലാണ്. നിങ്ങൾ നോമ്പ് നോൽക്കുമ്പോഴും ദിക്റുകൾ ചൊല്ലുമ്പോഴും നിങ്ങളുടെ ഭൗതിക ശരീരത്തിന് മാറ്റമൊന്നും തോന്നില്ലായിരിക്കാം, പക്ഷേ മലക്കൂത്തിലെ നിങ്ങളുടെ സൂക്ഷ്മ ശരീരം ആ നിമിഷം തേജസ്സുള്ളതായി മാറുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ അഞ്ചാമത്തെയും അവസാനത്തെയും തലമാണ് നാസൂത്ത് എന്നത്. ദ്രവ്യത്തിൻ്റെയും ശരീരങ്ങളുടെയും നമുക്ക് തൊട്ടുനോക്കാവുന്ന വസ്തുക്കളുടെയും ഈ ഭൗതിക ലോകം. ഭൂരിഭാഗം മനുഷ്യരും തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ചിലവഴിക്കുന്നത് ഈ പരിമിതമായ ലോകത്താണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്കും ഖരരൂപങ്ങൾക്കും ത്രിമാനമായ സ്ഥലകാലങ്ങൾക്കും കീഴിൽ നിൽക്കുന്ന മണ്ഡലം. നാസൂത്ത് എല്ലാ സാന്നിധ്യങ്ങളിലും വെച്ച് ഏറ്റവും സാന്ദ്രവും പരിമിതവുമാണെന്ന് സൂഫികൾ പഠിപ്പിച്ചു. പക്ഷേ അതൊരിക്കലും തരം താഴുന്നതല്ല, മറിച്ച് അത് അതിമഹത്തായൊരു ദൗത്യം നിർവഹിക്കുന്നുണ്ട്. ദിവ്യഗുണങ്ങൾ പൂർണ്ണമായും പ്രകടമാകുന്നതും പരീക്ഷിക്കപ്പെടുന്നതും ഈ മണ്ണിലാണ്. ഉയർന്ന തലങ്ങളിൽ നാം സംസാരിച്ച ആത്മീയ തത്വങ്ങൾ കൃത്യമായ രൂപം കൈക്കൊള്ളുന്നത് ഇവിടെ വെച്ചാണ്. ലാഹൂത്തിൽ കാരുണ്യമെന്നത് ഒരു അമൂർത്തമായ തത്വമാണ്. എന്നാൽ നാസൂത്തിലെത്തുമ്പോൾ ആ കാരുണ്യം വിശക്കുന്നവൻ്റെ മുന്നിൽ വെച്ച് നീട്ടുന്ന ഒരു തളികയായും ദുഃഖിതനെ ആശ്വസിപ്പിക്കുന്ന ഒരു സ്നേഹസ്വരമായും മാറുന്നു. നമ്മുടെ ഈ ഭൗതിക ശരീരം നാസൂത്തിൽ മാത്രമേ നിലനിൽക്കൂ.
മരണം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ നാസൂത്തിലെ അസ്തിത്വം അവസാനിക്കുന്നു. പക്ഷേ അത് നിങ്ങളുടെ അവസാനമല്ല. നിങ്ങളുടെ സൂക്ഷ്മ ശരീരങ്ങളിലൂടെയും ആത്മീയ സത്തയിലൂടെയും നിങ്ങൾ ഉയർന്ന സാന്നിധ്യങ്ങളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. മരണം എന്നത് ഒരു യാത്രയുടെ അവസാനമല്ല, മറിച്ച് ഭൗതിക ലോകവുമായുള്ള നിങ്ങളുടെ കരാർ അവസാനിക്കുന്നു എന്ന് മാത്രം. നാം കാണുന്ന ഈ ലോകത്തേക്കാൾ യാഥാർത്ഥ്യം ഉയർന്ന സാന്നിധ്യങ്ങളാണെന്ന് സൂഫികൾ പറയുന്നു. കാരണം അവ കൂടുതൽ സ്ഥിരതയുള്ളവയാണ്, ഉറവിടത്തോട് ചേർന്നവയാണ്. നാസൂത്ത് ഏറ്റവും നൈമിഷികമാണ്. ഈ ഭൗതിക രൂപങ്ങൾ വന്നുപോകുന്ന വെറും നിഴലുകൾ മാത്രമാണ്. എന്നാൽ മനുഷ്യനെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാക്കുന്നത് ഇതാണ്: നാം ഒരേ സമയം ഈ 5 സാന്നിധ്യങ്ങളിലും നിലനിൽക്കുന്നു. നിങ്ങളുടെ ശരീരം നാസൂത്തിലാണ്, നിങ്ങളുടെ ഊർജ്ജ ശരീരം മലക്കൂത്തിലാണ്. സ്വപ്നങ്ങളിലൂടെയും ഭാവനയിലൂടെയും നിങ്ങൾ ജബറൂത്തിനെ തൊടുന്നു. നിങ്ങളുടെ ആത്മാവ് ലാഹൂത്തിലെ ദിവ്യനാമങ്ങളെ തിരിച്ചറിയുന്നു. നിങ്ങളുടെ ആന്തരിക സത്തയാകട്ടെ ഹാഹൂത്തിൻ്റെ ആ അനന്തമായ പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ്. മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോഴും വിണ്ണോളം വളരുന്ന ഒരാത്മീയ രഹസ്യമാണ് ഓരോ മനുഷ്യനും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ആ 5 ദിവ്യ സാന്നിധ്യങ്ങളുടെ ഭൂപടത്തിലൂടെ സഞ്ചരിച്ചു. പക്ഷേ ഇതൊരു വെറും സിദ്ധാന്തമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ യാഥാർത്ഥ്യത്തെ കാട്ടിത്തരുന്ന ഒരു കണ്ണാടിയാണ്. നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ വെറും മാംസവും രക്തവും മാത്രമുള്ള ഒരു ഭൗതിക ശരീരമല്ലെന്ന്. നിങ്ങളുടെ ഉള്ളിൽ മലക്കൂത്തിൻ്റെ ആ സൂക്ഷ്മ പ്രകാശമുണ്ട്, ജബറൂത്തിൻ്റെ നിഗൂഢമായ സ്വപ്നവാതിലുകളുണ്ട്, ലാഹൂത്തിലെ ദിവ്യനാമങ്ങളുടെ മനോഹരമായ പ്രതിധ്വനികളുണ്ട്. അവസാനം എല്ലാ രൂപങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഹാഹൂത്തിൻ്റെ ആ മഹാമൗനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നിഗൂഢ രഹസ്യമുണ്ട് നിങ്ങളിൽ. ഈ ലോകം നിങ്ങളെ നിരന്തരം നാസൂത്തിലേക്ക്, അതായത് ഈ ഭൗതികതയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണം, പണം, ഭയം, പ്രശസ്തി, ശരീരം, ഇതിലൊക്കെ നിങ്ങളെ തളിച്ചിടാൻ അത് ശ്രമിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മാവ് എല്ലായ്പ്പോഴും മുകളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ചില രാത്രികളിൽ എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് വല്ലാത്തൊരു ശൂന്യത അനുഭവിക്കുന്നത്. എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ തോന്നുമ്പോൾ ഓർക്കുക, അത് നിങ്ങളുടെ ആത്മാവ് അതിൻ്റെ ഉറവിടത്തെ തേടി വിങ്ങുന്നതാണ്. റൂമി പറഞ്ഞു, യാഥാർത്ഥ്യത്തെ അറിയുന്നവൻ തന്നെ തന്നെ അറിയുന്നു, തന്നെ തന്നെ അറിയുന്നവൻ തൻ്റെ നാഥനെ അറിയാൻ തുടങ്ങുന്നു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ ലോകത്ത് നിന്ന് ഓടിയൊളിക്കാനല്ല, മറിച്ച് എല്ലാറ്റിനെയും സംയോജിപ്പിക്കാനാണ്. ഭൂമിയിൽ ചുവടുകൾ വയ്ക്കുമ്പോഴും ഹൃദയം ആകാശങ്ങളുമായി ബന്ധിപ്പിക്കാനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: നിങ്ങളുടെ ശരീരം ആ കിടക്കയിൽ തന്നെ തുടരാം, പക്ഷേ നിങ്ങളുടെ ബോധം യാത്ര പോകുകയാണ്. നിങ്ങൾ കരുതുന്നതിലും എത്രയോ വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് ആ യാത്ര. സ്വപ്നങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഹൃദയത്തിൽ വിരിയുന്ന ആത്മീയ അനുഭൂതികളെ അവഗണിക്കരുത്. ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ചെറിയ വിറയലിനെ തള്ളിക്കളയരുത്. അവയൊക്കെയും മറ്റൊരു സാന്നിധ്യത്തിൻ്റെ വാതിൽക്കൽ നിന്നുള്ള വിളികളായിരിക്കാം. റൂമിയുടെ വാക്കുകൾ ഇവിടെ ഓർക്കാം: നീ അന്വേഷിക്കുന്നത് നിന്നെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നടക്കുക, ദിക്റുകൾ കൊണ്ട് ഹൃദയത്തെ ഉണർത്തുക. കാരണം ഒരു ദിവസം ഈ ഭൗതികമായ തിരശീനകൾ വീണുപോകും. അന്ന് നിങ്ങൾ തിരിച്ചറിയും, ഈ ലോകം അവസാനമായിരുന്നില്ല, മറിച്ച് അനന്തമായ മറ്റൊരു ലോകത്തേക്കുള്ള ഒരു ചെറിയ വാതിൽ മാത്രമായിരുന്നു ഇതെന്ന്. വല്ലാഹു ആലം. അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.